ലിജോ വർഗീസാണ് നമുക്കൊപ്പം ചേരുന്നത്. ലിജോ, ഇപ്പോൾ ആ ഒരു നാട്ടുകാരൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായിരിക്കുകയാണ്. അവിടെ സ്ഥിരമായി വന്യജീവികൾ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. അവിടെ പക്ഷേ കൃത്യമായ ഫെൻസിങ് അടക്കമുള്ള കാര്യങ്ങളില്ല, സുരക്ഷാ ക്രമീകരണങ്ങളില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇത്തരം സുരക്ഷാ നടപടികൾ ഇല്ലാത്തത് എത്രമാത്രം അപകടങ്ങളാണ് ക്ഷണിച്ചു വരുത്തുന്നത്, ലിജോ? ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, സ്വാഭാവികമായി വളരെ അടുത്ത് അല്ലെങ്കിൽ വനത്തോട് ചേർന്നിരിക്കുന്ന അതിർത്തി ഉള്ള പ്രദേശമാണ്. സ്വാഭാവികമായി വളരെ അടുത്താണ് വനം. അവിടെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഇപ്പോൾ കടുവയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ ശേഷം ഈ ഇരയുമായി കാട്ടിലേക്ക് പോവുകയായിരുന്നു കടുവ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ അവിടെ ആ സമയത്ത് സ്വാഭാവികമായി ആ പ്രദേശത്തോടുകൂടെ പട്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന തണ്ടർ ബോൾട്ട്, സ്വാഭാവികമായി മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള മേഖലയായതുകൊണ്ട് തന്നെ തണ്ടർ ബോൾട്ടിന്റെ പട്രോളിംഗ് ആണ് നടന്നിരുന്നത്. അതിനിടയിലാണ് കടുവ കൊണ്ടുപോകുന്നത് കാണുകയും പിന്നീട് കടുവ മൃതദേഹം അവിടെ ഉപേക്ഷിച്ച ശേഷം ഓടി കാട്ടിലേക്ക് മറഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ഇനി കടുവയെ കണ്ടെത്തുക എന്നുള്ളതൊരു കുറെ കൂടി വനം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം കുറെ കൂടി അക്ഷീണമായ ഒരു പ്രവർത്തനം അക്കാര്യത്തിൽ വേണ്ടിവരും. കാരണം മറ്റെല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്ന ജനവാസ മേഖലയിൽ വന്ന കടുവ ആ പ്രദേശത്ത് എവിടെയോ ഉണ്ട്, അല്ലെങ്കിൽ ജനവാസ മേഖലയിൽ തന്നെ ഉണ്ട് എന്നുള്ളതനുസരിച്ചുള്ള പരിശോധനയാണ്. പക്ഷെ വനത്തിലേക്ക് കയറിപ്പോയിട്ടുള്ള ഒരു കടുവ വീണ്ടും അടുത്ത ഇരയെ തേടി ഇറങ്ങുന്നത് നോക്കി അങ്ങനെ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത് വലിയ ഭീതി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ആ വനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിർത്തി പങ്കിടുന്ന മറ്റു മേഖലകളിലും കടുവ ഇറങ്ങാനുള്ള സാധ്യത അതുകൊണ്ട് തന്നെ ഉണ്ടാവും. അങ്ങനെ ഒരു ആ തരത്തിലായിരിക്കും ഇനിയിപ്പോൾ പരിശോധന അല്ലെങ്കിൽ മറ്റു സുരക്ഷാ ക്രമീകരണങ്ങളോ വനംവകുപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും എല്ലാ വകുപ്പ് നിന്നുള്ള ഉദ്യോഗസ്ഥരും അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസും വനംവകുപ്പും അവിടെ എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും അവിടുത്തെ മന്ത്രി എന്ന നിലക്ക്, ജില്ലയിലുള്ള മന്ത്രി എന്ന നിലക്ക് OR കേളു, ആ നിയോജക മണ്ഡലത്തിലെ MLA കൂടിയാണ്, അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നം, അത് നേരത്തെ ഹംസ സൂചിപ്പിച്ച പോലെ തന്നെ ഏതാണ്ടൊരു വനവും ജനവാസ മേഖലയും തമ്മിലുള്ള അതിർത്തി പങ്കിടുന്ന മേഖലയിൽ ഏതാണ്ട് 20 മീറ്ററോളം വീതിയിൽ സാധാരണ നിലയിൽ ഈ സമയങ്ങളിലാകുമ്പോൾ, അതായത് നവംബർ ഡിസംബർ സമയമാകുമ്പോൾ തന്നെ കാട് വെട്ടിത്തെളിച്ച് അത് തീയിടുകയും അങ്ങനെ വനത്തിനുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള മൃഗങ്ങൾ നാട്ടിലേക്ക് വരുന്നുണ്ടോ എന്ന് അറിയുന്നതിനുള്ള സൗകര്യം സാധാരണ അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നടന്നില്ല എന്നും ഒപ്പം തന്നെ ഫെൻസിങ് ഉൾപ്പെടെയുള്ളവ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും. അതായത് ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായും വനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന മൃഗങ്ങൾക്ക് പുറത്ത് കടക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തിലൊരു അത്തരത്തിലുള്ള ഒരു നീക്കം അല്ലെങ്കിൽ നടപടി വനംവകുപ്പിന്റെ ഭാഗത്തുണ്ടാവുന്നുള്ള ആക്ഷേപമാണുള്ളത്. അത് തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഹംസ അടക്കമുള്ള ആളുകൾ പറയുന്നത്. ഹംസ തുടരുക. മാനന്തവാടിയിൽ കടുവ ആക്രമണത്തിൽ ഒരു മരണം സംഭവിച്ചിരിക്കുന്നു. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ ഒരു മരണം. മാനന്തവാടി സ്വദേശി രാധയാണ് മരിച്ചത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ, ആ വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്.